കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഴിക്കുള്ളിൽ. രാഹുലിന് ജാമ്യാപേക്ഷ തള്ളിയ പത്തനംതിട്ട മുൻസിഫ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ബലാത്സംഗം, പീഡനമടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. രാഹുലിനെ SIT നാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച പരാതിയിൽ അതീവ രഹസ്യമായി നടത്തിയ നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒടുവിൽ ജയിലിൽ എത്തിച്ചത്. 3 ദിവസം മുമ്പ് ലഭിച്ച പരാതിയിൽ യുവതിയുടെ മൊഴി വീഡിയോ കോൺഫറൻസ് വഴി രേഖപ്പെടുത്തുകയും തുടർന്ന് കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുക്കാനായിരുന്നു നീക്കമെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് രാത്രിയിലേക്ക് മാറ്റി. ബലാത്സംഗം, ശാരീരിക മാനസിക പീഡനം, ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങി മുൻകേസുകൾക്ക് സമാനമാണ് കുറ്റങ്ങൾ. ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നതടക്കമുള്ള ഗുരുതര പരാമർശങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയെന്നും സാക്ഷികളെ സ്വാധീനിക്കാനും സൈബർ ആക്രമണം നടത്തി മാനസിക സമ്മർദ്ദത്തിലാക്കാനും സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നു. സ്ക്രീൻഷോട്ടുകളും ടവർ ലൊക്കേഷനുമടക്കം നിർണായക തെളിവുകൾ ആദ്യമേ ശേഖരിച്ച SIT പഴുതടച്ച നീക്കമാണ് നടത്തിയത്. രാത്രി പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ടയിലെത്തിച്ച രാഹുലിനെ പത്തനംതിട്ട ജില്ലാ കോടതി മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിച്ചു. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയ മജിസ്ട്രേറ്റ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വഴിനീളെ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചത്.